ഗുഡ് മോർണിംഗ് ഗൈസ്. ഉറങ്ങിയടിക്കുമ്പോൾ കുറച്ച് ലൈറ്റ് ഇത് ഉച്ച 11 മണിയിലായിന്നാണ് തോന്നുന്നത്. നല്ല വെയിലുണ്ട് പുറത്ത്. ഏകദേശം ഒരു 11-12 മണിയായി. നല്ല ലേറ്റായി പോയി എണിക്കാൻ. ട്രെയിനാകുമ്പോൾ ഉറങ്ങുന്ന ശരിയാകുന്നില്ല. രാത്രി ഇപ്പോൾ പണിക്കേണ്ടി വരുന്നതുകൊണ്ട് ഉറക്കൊന്നും ശരിയാകുന്നില്ല. അപ്പോൾ ലേറ്റാണ് ഇങ്ങനെ എണിക്കാൻ. അങ്ങനെ ഇവിടെ എത്തി തന്നെ കറക്റ്റ് അറിയുന്നില്ല. നോക്കട്ടെ, ഫോൺ നോക്കിയപ്പോൾ ഡൽഹിയിൽ കഴിഞ്ഞെന്നാണ് പറഞ്ഞ് നോക്കി. കുറച്ച് മനോഹരമായ കാഴ്ചകളാണ് പുറത്തുള്ളത്. എന്താ വെച്ചാൽ ഡൽഹീൻ്റെ ഒരു ഉൾപ്രദേശ ഗ്രാമങ്ങളിലൂടെ ഇപ്പോൾ വണ്ടി പോകുന്നുള്ളത്. ചെറിയ ചെറിയ വീടുകൾ, ചെറിയ ചെറിയ ഇങ്ങനെ ചെറിയ ഓട്ടോറിക്ഷ ഓട്ടുന്ന ആൾക്കാർ, ചെറിയ ചെറിയ കെട്ടിടങ്ങളാണെന്നുള്ളത്. അതുപോലെ തന്നെ പ്രഭാത കർമ്മങ്ങളിൽ അവർ ചെയ്യുന്നത് വെച്ചാൽ പുറത്ത് തന്നെയാണ് അവർ ചെയ്യുന്നത്. ചിലപ്പോൾ ശൗചാലയത്തിൻ്റെ സൗകര്യം ഉണ്ടാവില്ല, ബാത്റൂമിൻ്റെ സൗകര്യം തീരെ ഉണ്ടാവാത്ത ഒരു ഗ്രാമങ്ങളായിരിക്കും. അതുകൊണ്ട് എല്ലാവരും പ്രഭാതകാര്യം ചെയ്യുന്നതിൽ പുറത്താണ്. ഫുള്ള് വേസ്റ്റൊക്കെയാണ് ചുറ്റുപാടുള്ളത്. ഒരു കാര്യം പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏകദേശം കണ്ണ് നോട്ടം അവരുടെ നോട്ടം ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ലെന്നാണ് പറയേണ്ടത്. കാരണം പൊളിഞ്ഞ് വീറായ വീടുകളും ബാത്റൂം ഇല്ലാത്തതും ഒരു ഇന്ത്യക്ക് തന്നെ ഒരു അഭിമാന പ്രശ്നമാണ്. ഒരു സൈഡ് ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ട്രെയിൻ വീണ്ടും സ്ലോ ആയിട്ടാണുള്ളത്. ഇത് ഈ ട്രെയിൻ ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കുറച്ച് സ്പീഡ് പോകും, പിന്നെ അതിൽ സ്ലോ ആകും. ഇപ്പോൾ എവിടെയും നിർത്തിയിടാനുള്ളൊരു പ്ലാനാണ്. കാരണം ഇപ്പോൾ പുറത്ത് കുറേ ഈന്തപ്പഴത്തിൻ്റെ കുറേ തൈകളായി കാണുന്നു. അതിൽ ചിലതിൽ ഈന്തപ്പഴം പൊടിച്ചിട്ടുമുണ്ട്. ബോംബെ കഴിഞ്ഞ് ദോശ ബോംബെ കഴിഞ്ഞാ എപ്പോൾ കഴിഞ്ഞ? ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടാവും. നീ കിടന്നുറങ്ങുമ്പോൾ അറിഞ്ഞിട്ടില്ല ബോംബെ കഴിഞ്ഞു വന്നു. ട്രെയിൻ ഇപ്പോൾ എവിടെയോ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയത്. ഒരു പള്ളീൻ്റെ അടുത്താണെന്ന്, അല്ല ക്രിസ്ത്യൻ അമ്പലത്തിൻ്റെ അടുത്താണ്. ഇത് അമ്പലത്തിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിയില്ല, ഇപ്പോൾ നിർത്തിയിട്ടാണുള്ളത്. ഇത് വീണ്ടും ലേറ്റ് ആക്കാനുള്ള പ്ലാനാണെന്ന് തോന്നിയത് വെറുതെ. ഇത് പിടിച്ചിടലേ ഉള്ളൂ ഈ ട്രെയിനിൻ്റെ ഒരു അവസ്ഥ. ഇതിൽ യാത്ര ചെയ്തിട്ട് ഇപ്പോൾ ഒരു പെട്ടൊരവസ്ഥ പോലെയാണ് നമ്മളുള്ളത്. ഇനി എപ്പോൾ വിടുമെന്ന് ആരോട് ചോദിക്കാൻ? കാണുന്നിടത്തെല്ലാം കൊണ്ടുപോയിടും. സ്റ്റോപ്പില്ലാത്ത സ്റ്റേഷനിലും കൊണ്ടുപോയിടും. എല്ലാം അങ്ങനെ വിശന്നിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഒരു നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന കുറച്ച് ഓറഞ്ചും പഴം ഉണ്ടായി, അത് കഴിച്ചിട്ടാണ് ഇപ്പോൾ രാവിലത്തെ ഫുഡ് ഇതാക്കുന്നുള്ളത്. തോസിയാണ് വിശന്നിട്ട് എങ്ങനെ പഴം കഴിക്കണമെന്നുള്ളത്. 2 ഓറഞ്ചും ഒരു പഴം കഴിച്ചിട്ട് വിശപ്പെടുക്കാനുള്ളൊരു പ്ലാൻ. കാരണം ഇനി അടുത്ത സ്റ്റേഷൻ എത്തണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 2 മണിക്കൂർ, അതായത് വൈകുന്നേരം 5 മണിയൊക്കെ ആവും. പിന്നെ അവിടുന്ന് ഫുഡ് കിട്ടുമ്പോൾ ഞാൻ എപ്പോഴാണ് രാവിലെ തന്നെ തോസ ആദ്യത്തോടെ പഴം കഴിക്കുന്നുണ്ടല്ലേ. വിശന്നിട്ടാന്നുള്ളത്. ഇനെന്ത് ചെയ്യാൻ? ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ഒരു ട്രെയിനിലുള്ള യാത്രകൾ. കൊണ്ടുവന്ന പഴങ്ങളും ഫ്രൂട്ടിനെ തന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. എന്താ, ഞാനൊരു നേന്ത്രപ്പഴം തോസി, ഒരു നേന്ത്രപ്പിന് 2 ഓറഞ്ചും അതൊന്നും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഫ്രണ്ട്സ്, ഇത് എന്ത് കൊണ്ടുവന്ന ഗുഡ്സ് ആർക്കും അറിയോ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഗുഡ്സ് കാണുന്നത്. പക്ഷെ കാണാനൊരു രസമുണ്ട്. ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ ഒരു കളറും വൈറ്റും അടിച്ചിട്ട് കുറേ ഹോൾസ് ഉള്ളത് പോലെ. എന്തിൻ്റെയെന്ന് അറിയുന്നവരുണ്ടെന്ന് കമൻറ്റോ ഇങ്ങനെയൊന്ന് അറിയിച്ചാൽ എത്ര ഉപകാരമാണ്. കാരണം ഒരു വിവരം, ഒരു അറിവ് കിട്ടുന്നത് നല്ലതല്ലേ. അറിയുന്നവരുണ്ടോ അറിയാത്തവരുണ്ടോ അവർക്കൊന്ന് അറിയാം എന്തിൻ്റെ എന്നുള്ളത്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്. പിന്നെന്താ വെച്ചാൽ ഇനി ആ ഗുഡ്സ് നല്ല നീളമുള്ള ഗുഡ്സാണ്. അത് തീർന്നിട്ടില്ല, ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഏതോ സ്റ്റേഷൻ എത്താനായിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, അങ്ങനെ ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. സ്റ്റോപ്പ് ഉണ്ടോയെന്ന് അറിയില്ല, അത് സ്ലോ ആക്കിയിട്ടുണ്ട് സ്റ്റേഷന്. പിന്നെ ഇവിടെ നിർത്തോ ഇല്ലെന്ന് കൺഫേം അറിയില്ല. ഇനി ഓരോരോ കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നാളെയോ ഇന്ന് രാത്രിയോടെയോ ജമ്മു കാശ്മീർ എത്തും. അപ്പോൾ ഇനി അവിടുത്തെ ഓരോരോ കാഴ്ചകളുമായിട്ട് നമുക്കിനി
നാളെ വീണ്ടും ഒരു വീഡിയോയിലേക്ക് കാണാം. ഓരോ ദിവസങ്ങളിൽ വരുന്ന ഓരോ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.